ഇന്ന് നമ്മളൊരു ഇൻ്റർനാഷണൽ ക്രൈമുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഷാം നമ്മൾ ഈ കേരളം, ദക്ഷിണേന്ത്യ ഒക്കെയാണ് സാധാരണ കിടന്ന് കറങ്ങാറുള്ളത്. ഇന്നൊരു ഇൻ്റർനാഷണൽ ക്രൈമാണ്. അതുകൊണ്ട് അവിടെ പോയി ജോലി ചെയ്തെന്ന് മാത്രം ദേവി ഇത് പറയില്ല. സാധാരണ എവിടെ ക്രൈം പറഞ്ഞാലും ഷാം അവിടെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കാണും. ഇന്ന് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. സൗത്ത് ആഫ്രിക്ക നമുക്കറിയാമല്ലോ. സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ സഞ്ചാരമൊക്കെ കാണുമ്പോൾ പുള്ളി തന്നെ അതിനകത്ത് പറയാറുണ്ട്, സൗത്ത് ആഫ്രിക്ക ഈ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ അത്യധികം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടക്കുന്ന രാജ്യമാണ്. നമുക്കൊന്ന് ഒരു വിലപിടിപ്പുള്ള ഒരു വസ്തു, ഒരു സ്വർണത്തിൻ്റെ ഒരു ബ്രേസ്ലെറ്റോ ചെയിനോ പോലും ഇട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവിടെ. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ കെനിയയിലൊക്കെ പോകുമ്പം, കെനിയ പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ വേറെ പല ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ടല്ലോ, ഉഗാണ്ട അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ ഇവർ ക്യാമറ പുറത്തെടുക്കാൻ സമ്മതിക്കില്ല പുള്ളിയെ. ക്യാമറ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. നിങ്ങൾ ആര് പറഞ്ഞു ക്യാമറ പുറത്തെടുക്കാനായിട്ട്? ഒരിക്കൽ അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ പുള്ളിയുടെ ഒരു സഞ്ചാരത്തിലെ ഡയറിക്കുറിപ്പ് കണ്ടപ്പോൾ ഒരു പുതിയൊരു രാജ്യത്തിലേക്ക് പുള്ളി പോകുന്നതായിട്ട് കണ്ടു. എനിക്ക് തോന്നുന്നു നൈജീരിയയുടെ ബോർഡറിലുള്ള ഏതോ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ മുഴുവൻ തീവ്രവാദികളാണ്. അവിടെ സഞ്ചാരത്തിനായിട്ട് പോയിരിക്കുന്നത്. പുള്ളിയുടെ ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് സന്തോഷ് ജോർജ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ആഫ്രിക്കൻ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ രതിവൈകൃതങ്ങളുടെ ഒരു നാട് കൂടെയാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. പറയല്ലോ എയ്ഡ്സ് എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്കയിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രതി വൈകൃതങ്ങളുടെ ഒരു നാടായത് കൊണ്ട് തന്നെ ഈ ആഫ്രിക്ക എയ്ഡ്സിൻ്റെ കൂടാണെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ളവർ പറയുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ളൊരു പീഡനമാണ് പുറത്തു വരുന്നത്. ആ പീഡനം പുറത്തു വരുമ്പോൾ ആ ഒരുപാട് പ്രത്യേകതകളുള്ള, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പീഡന വാർത്തയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ യോഹന്നാസ്ബർഗിൽ നടന്ന കോസിനാദി ഫഹാദി എന്ന് പറയുന്ന ഒരു 50 വയസ്സായിട്ടുള്ള ഒരു മധ്യവയസ്കൻ, 40 വയസ്സായിട്ടുള്ള ഒരു മധ്യവയസ്കൻ നടത്തിയ ഒരു പീഡന പരമ്പര തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ പീഡനവും ഇയാളുടെ സെക്ഷൽ ഫാൻറ്റസീസും ഒക്കെ അതിഭയാനകമാണ്, ഭയങ്കര ഡെഡ്ലിയസ്റ്റ് ആണ് എന്നാണ് യോഹന്നാസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ? ഞാൻ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഒരുമാതിരിയൊക്കെ ആ രാക്ഷസൻ സിനിമ ഓർമ്മ വന്നു. തമിഴിൽ ഇറങ്ങിയ ഒരു രാക്ഷസൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ. ആ സിനിമയിലെ കഥയുമായി ഏകദേശമൊക്കെ ഇതിനൊരു ബന്ധമുണ്ട്. ബന്ധമല്ല, ആ തട്ടിക്കൊണ്ടുപോകുന്ന രീതി. സ്കൂൾ കുട്ടികളെ വാച്ച് ചെയ്യുക, കൃത്യമായി അവരെ പിന്തുടരുന്ന ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിലൊരു പ്രത്യേകതയുണ്ട്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകും, പിന്നീട് രണ്ടാമതൊരു കുട്ടിയും കൂടെ തട്ടിക്കൊണ്ടുപോകും. ഒരേ സമയമാണോ? ഒരേ സമയം 2 ഘട്ടങ്ങളിലായി. ഇപ്പൊ 2 കുട്ടികൾ ഒരുമിച്ച് വരുന്നവരാണെങ്കിൽ 2 കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഈ കോസിനാദി ഫഹാദി എന്ന് പറയുന്ന ആൾ അയാളുടെ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നു. പിന്നീട് രണ്ടാമത് വീണ്ടും ഈ രാക്ഷസൻ സിനിമയെ പറയാൻ കാരണം അതുപോലൊരു വാഹനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാഹനത്തിന്റെ സമാനമായിട്ടുള്ളൊരു വാഹനമാണ് ഇയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ സ്ത്രീവേഷം കെട്ടും. ഇയാൾ കോസിനാദി ഫഹാദി സ്ത്രീവേഷം കെട്ടിയാണ് ഇയാളുടെ കറക്കം. അത് മനസ്സിലാവില്ലേ? അറിയില്ല. ഈ ആഫ്രിക്കക്കാരി സ്ത്രീകളെ കണ്ടാലും പുരുഷന്മാരുടെ അതേ കരുത്താണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതിഭീകരമായിട്ടുള്ള ജിം ബോഡിയാണ് അവർക്ക്. അവരുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മളെ പോലെ ജങ്ക് ഫുഡ്സ് ഒന്നും അല്ല അവർ കഴിക്കുന്നത്. അത് അവർ വികസിക്കാത്തത് കൊണ്ടാണ്. അവരിപ്പോഴും ഈ ഇഞ്ചറ ഡെറാവത്തൊക്കെ കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അതായിരിക്കാം. അപ്പോൾ ഇയാള് കറങ്ങി നടക്കും ഈ വാഹനത്തിനകത്ത്. എന്നിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകും. കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 2 പെൺകുട്ടികളെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇയാൾ കെട്ടിയിട്ട് രണ്ടാമത്തെ കുട്ടിയെ ഇയാൾ റേപ്പ് ചെയ്യും. അതായത് മറ്റേ കുട്ടിയുടെ മുന്നിലിട്ട് രണ്ടാമത്തെ കുട്ടിയെ ഇയാൾ റേപ്പ് ചെയ്യും. ശേഷം ഇത് കഴിഞ്ഞ ശേഷം ഈ കുട്ടിയെ വീണ്ടും കെട്ടിയിട്ടിട്ട് മറ്റേ നേരത്തെ കെട്ടിയിട്ട കുട്ടിയെ അഴിച്ചിട്ട് ഈ കുട്ടിയുടെ മുന്നിലിട്ട് റേപ്പ് ചെയ്യും. അതായത് ഇയാളുടെ ഈ വൈകൃതങ്ങൾ മറ്റൊരാൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഇതാണ് ഇയാളുടെ ഒരു പ്രത്യേകത. ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും, ഇതിൽ ആൺകുട്ടികളും ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടുപോയി ആൺകുട്ടിയെ കൊണ്ട് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യിക്കും. പെൺകുട്ടിയെ റേപ്പ് ചെയ്യും. പിന്നെ ഈ 2 കുട്ടികളെയും ഇയാൾ ഉപദ്രവിക്കുകയും ചെയ്യും. 2 കുട്ടികളെയും റേപ്പ് ചെയ്യും. അതായത് ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമൊന്നും ഈ കോസിനാദി ഫഹാദി എന്ന് പറയുന്ന ആൾക്ക് ഇല്ല എന്നതാണ് അവിടുത്തെ ഒരു. എത്ര നാൾ ഇയാൾ ഇത് കണ്ടിന്യൂ ചെയ്തു? 2012 മുതൽ 2021 ഇയാൾ പിടിയിലാകുന്നത് വരെ. അത്രയും നാൾ ഇയാൾ ഇത് കണ്ടിന്യൂ. എന്നിട്ട് പോലും അവിടുത്തെ പോലീസ് ഇയാളെ ട്രേസ് ചെയ്യാനോ പറ്റിയില്ല. ഇതിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് ഈ ഇരയായ ആൾക്കാർ അത് പുറത്ത് പറയത്തില്ലേ? കേസുകളുണ്ട്, ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഇതാരാണ് ചെയ്യുന്നതെന്ന് വർഷങ്ങളായിട്ട് അറിയാൻ പറ്റുന്നില്ലായിരുന്നു.
ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ആരാണ്. ഈ സ്ത്രീ വേഷം കിട്ടി വരുന്നത്. അതെ അതെ, ഈ സ്ത്രീ വേഷം കെട്ടി ഈ രൂപമാറ്റം വരുത്തി വരുന്ന ആൾ ആരാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈ കുട്ടികളെ കൊണ്ടും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഇത് ദീർഘകാലം നീണ്ടുപോയത്. ഒടുവിൽ 2021 ഇപ്പോൾ ഇയാൾക്ക് പിന്നെ കാലില്ല, ഒരു കാലില്ല. ഈ പിടിയിലാകുന്നതിനിടെ പോലീസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് നടക്കുന്നതിനിടയിൽ വെടിയേറ്റ് ഇയാളുടെ കാല് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ അയാളെ ഈ പിന്നെ ഇതിലാണ്. കാലെങ്ങനെയാണ് മുറിച്ചു മാറ്റുന്നത്? വെടിയേൽക്കുമ്പോൾ കാല് തകർന്നു പോകും. ഫയറിംഗ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫയറിംഗ് ആണ്, കാല് തകർന്നു പോകും. പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില ഇഞ്ചുറീസ് കാല് മുറിച്ചു മാറ്റേണ്ടി വരും. മർമ്മപ്രധാനമായിട്ടുള്ള മേഖലയിലായി കഴിഞ്ഞാൽ, അതായത് ചലനം അറ്റുപോയി കഴിഞ്ഞാൽ. ചിരട്ടയിലാണോ? ആയിരിക്കും. ചിരട്ടയിലൊക്കെ വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ മുറിച്ച് മാറ്റേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ തകർന്ന് ചന്ന ഭിന്നമായിട്ട് അങ്ങ് പോവല്ലേ. പിന്നെ അതിനകത്ത് എടുത്തു വെച്ചിട്ടും ഒന്നും ചെയ്യാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇയാളെ അന്ന് പിടികൂടിയത്. അതിനുശേഷം ഇത്രയും കാലം ഇതിന്റെ വാദം നടക്കുകയായിരുന്നു. ഇയാൾ എത്ര കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അറിയാം? 42 കുട്ടികളെ. 42 പേര് ഈ 2012 മുതൽ 2021 പോരെ. അതിന് പോരാഞ്ഞിട്ട് ഇയാൾ വീടുകളിൽ, പ്രായമുള്ളവരെ ഇയാൾ വീടുകളിൽ ചെല്ലും. അതായത് ഈ പ്രായപൂർത്തിയായവരുടെ സ്ത്രീകളെ, അയാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇലക്ട്രീഷ്യനാണ്, പ്ലംബറാണ് എന്നൊക്കെ പറഞ്ഞ് വീടുകളിൽ കയറി ചെന്ന് അവിടെയും റേപ്പ് നടത്തി. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഇയാൾ ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചു. ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ എല്ലാം ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചു. ഇയാൾക്ക് എന്താ ശിക്ഷയെന്ന് അറിയാമോ? 42 ജീവപര്യന്തം. 42 ജീവപര്യന്തം. അതായത് ജീവിതകാലത്ത് ഒരിക്കലും ഈ കോസിനാദി ഭഗാദി എന്ന് പറയുന്ന ആള് ഇനി പുറത്തു വരാൻ പാടില്ല എന്നാണ് അവിടുത്തെ കോടതിയുടെ തീരുമാനം. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇയാൾ ഈ കുറ്റകൃത്യം തന്നെ വീണ്ടും ചെയ്യുമെന്നാണ് കോടതി മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ 2021 മുതൽ ഇത്രയും കാലവും ഇയാൾ എന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ ഒറ്റ ജയിലിൽ സിംഗിളായിട്ട് താമസിപ്പിച്ചിരിക്കുക. അതായത് കൂടെ ആരെങ്കിലും താമസിപ്പിച്ചാൽ പോലും കൂടെ മറ്റ് തടവുള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ അവരെയും ഇയാൾ ഉപദ്രവിക്കും. അത്ര ക്രൂരമായിട്ടുള്ള, അതായത് തനി രാക്ഷസൻ, ഒരു തനി. അതായത് ഇനി ഏതെങ്കിലും ഈ കഥ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ചിലപ്പോൾ ഇതൊരു കഥയാക്കി എടുക്കാനുള്ള ഇതുപോലുള്ള കഥകൾ ഇഷ്ടംപോലെ വന്നു. മലയാളത്തില് ഒരുപാട് കഥകൾ വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ട ഒരു കഥയാണ് രാക്ഷസൻ എന്ന് പറയുന്ന സിനിമയാണ്. പക്ഷെ ഇതിന് ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു രീതി, അതായത് 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, അതിലൊന്നിനെ റേപ്പ് ചെയ്യുക, അതിനുശേഷം മറ്റേനെ അത് കാണിക്കുക, ആ ഭീകരത, അതായത് ആ കുട്ടി ആ ഭീകരത കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള ഉദ്ദേശം. ഇതൊരു വല്ലാത്തൊരു രാക്ഷസ മൈൻഡുള്ള ആളാണ്. ഇപ്പം ധനുഷ് പറഞ്ഞ പോലെ ഇപ്പം ഈ മാസം വരെ അവിടെ എത്ര റേപ്പ് നടന്നറിയാമോ? ഈ സൗത്ത് ആഫ്രിക്കയിൽ 9300. ഈ മാസം വരെ, ഈ വർഷം ഇതുവരെ 9300 റേപ്പാണ് ഈ സൗത്ത് ആഫ്രിക്കയിൽ നടന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ നമുക്ക് ഇങ്ങനെ പോകാൻ പോലും പേടിയാവുന്ന സ്ഥലങ്ങളാണ്. അതെ, ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റ്. കാരണം അവിടെയുള്ള കെനിയ, നമ്മുടെ ഈജിപ്റ്റ്, പിന്നെ ഈ നൈജീരിയ, ഉഗാണ്ട, സൊമാലിയ, ഒരുപാട് രാഷ്ട്രങ്ങൾ ആഫ്രിക്കയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഈ യൂട്യൂബേഴ്സ് ഒക്കെ പോയി വീഡിയോ ചെയ്യാൻ പോയിട്ട് അവരെ അവിടുന്ന് പുറകെ ചേസ് ചെയ്യും. അല്ല, ഈ ആഫ്രിക്കയിൽ ഒരു പ്രത്യേകത എന്താ അറിയോ? അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഇന്നലെയും എനിക്കാന്നും കൂടെ ഞാനൊരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുള്ളൂ. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണമലയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണത്തിനായിട്ട് യാചിക്കുന്ന ആൾക്കാരാണ് ഈ ആഫ്രിക്കക്കാർ. നല്ല ഭരണാധികാരികൾ അവർക്കില്ല. ഒരു പക്ഷേ ആഫ്രിക്ക എന്ന് പറയുന്ന ആ കോണ്ടിനെന്റ്, ഞാൻ പറയട്ടെ, അവിടെ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയതിന് കയ്യും കണക്കുമില്ല. ഇപ്പം അമേരിക്കയും ചൈനയും അടക്കം കൊണ്ടുപോകുന്നതിന് കയ്യും കണക്കുമില്ല. ഞാൻ പറയട്ടെ, ഈ ആഫ്രിക്ക എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് സമ്പന്നമാണ്. ഇത്രയും നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു കോണ്ടിനെന്റ്, ആ കോണ്ടിനെന്റിൽ നല്ലൊരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ ഈ അടിമത്തത്തിൽ നിന്ന് ആ ജനങ്ങളെ മോചിപ്പിച്ച് എന്താണ് അവർക്കിപ്പോൾ നല്ല ഏറ്റവും വലിയ സമ്പന്നതയിൽ എത്തിയേനെ. കാരണം ഇപ്പോഴും അവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന സ്വർണത്തിന്റെ അളവ് കേട്ടാൽ ഷാമി ഞെട്ടിപ്പോവും, വജ്രങ്ങളുടെ അളവ് കേട്ടാൽ ഞെട്ടിപ്പോവും. അപ്പൊ ഈ എടുത്തുകൊണ്ട് പോകുന്നത് ആരാണ്? എടുത്തുകൊണ്ട് പോകുന്നത് സായിപ്പാണ്. അവരാണ് കൊണ്ടുപോകുന്നത്, വേറെ ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുപോകുന്ന തടികൾ, ഇത് ആനക്കൊമ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അവിടെ ജനത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അവരെ അടിച്ചമർത്തുകയല്ല, അവരുടെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് നിങ്ങളൊരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അവരുടെ ഗോത്രങ്ങളാണ് മെയിനായിട്ട്, അവർ തമ്മിൽ ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റോഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ മണ്ണിന്റെ റോഡുകളാണ്. യൂട്യൂബേഴ്സ് ഒക്കെ പോയി അത് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോയിൽ ഞാൻ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നും. കാരണം അവിടെയുള്ള ജനങ്ങളുടെ കിടക്കുന്ന കിടപ്പാടം കാണണം. ഈ ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണെന്ന്
തോന്നുന്നു പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് പോയിട്ട് പുള്ളിക്കാരൻ ഒരു വീട് കയറി കണ്ടപ്പോൾ ആ വീട് മണ്ണ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണില്ലേ, നമ്മൾ 1947 മുമ്പ് ജീവിച്ചിരുന്ന കാലഘട്ടമാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. അവരിനി നമുക്കൊപ്പം എത്താൻ ഒരുപാട് നാളെടുക്കും. നമ്മൾ അമേരിക്കക്കാരനോടൊപ്പം എത്താൻ ഒരുപാട് നാളെടുക്കും എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ. ഈ മണ്ണ് കൊണ്ട് മേഞ്ഞിരിക്കുന്ന വീട്, അതിന്റെ മുകളിൽ വൈക്കോല് മേഞ്ഞിരിക്കുന്നു, വൈദ്യുതി ഇല്ല, വെള്ളമില്ല. അങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ സന്തോഷ് ജോർജ് അങ്ങനെ പറയുന്നതാണ്, നടുത്തളത്തിൽ ഒരു ആടിന്റെ മറ്റേ ഷെഡാണ്. അതായത് സ്വർണത്തിനെക്കാട്ടിലും വിലയാണ് ഇവർക്ക് മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ ചെന്നായ്ക്കളോ ഒന്നും വന്ന് രാത്രി പിടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. എന്നിട്ട് ഒരു പട്ടിയെ ടെറസിൽ കെട്ടിയിട്ടേക്കും. എന്റെ പുള്ളി പറയണം, ഒരു പട്ടി ടെറസിൽ കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ടെറസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടെറസാണ്. അതിന്റെ താഴെന്ന് പട്ടിക്ക് നോക്കിയാൽ ഈ നടുത്തളത്തിലുള്ള ആടുകളെ കാണാൻ പറ്റും. എന്നിട്ട് പുള്ളിക്കാരന് അകത്ത് പോയിട്ട് ഈ ഏഞ്ചറ എന്ന് പറയുന്നൊരു അപ്പമുണ്ട് അവിടെ, അത് സൽക്കരിക്കാൻ ഇവർക്കൊക്കെ കാശ് കൊടുക്കും. കാശ് കൊടുത്താലേ അവർ വരും, ഇല്ലെങ്കിൽ വയലന്റ് ആവും. ഭയങ്കര എന്താ, ഒട്ടും സംസ്കാര സമ്പന്നരല്ല അവര്. അതെ, അവരുടെ അത് അവരുടെ കുറ്റമല്ല. അവരെ ഇത്രയും നാൾ അടക്കി ഭരിച്ച ആൾക്കാർ അവരെ അങ്ങനെ ആക്കിയിട്ടിരിക്കുന്നതാണ്. അകത്ത് പോയിട്ട് ഈ ഏഞ്ചറ എന്ന് പറയുന്ന ഈ ഭക്ഷണം, ഈ അപ്പം ഇയാൾ എടുത്തുകൊണ്ട് വരുന്നത് ഈ മലത്തിൽ നിന്നും ഈ മറ്റേ ഇതുണ്ടല്ലോ, ഈ അതിൻ്റെ മുകളിൽ പൊടിയും മലവും പിന്നെ ഈ ഈച്ചകൾ വന്ന് അതെല്ലാം തട്ടിക്കുടഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് പുള്ളിക്കാരനെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുള്ളി പറയും, അയാൾ എനിക്ക് ഒരു ആതിഥേയൻ എന്ന രീതിയിൽ തന്നതാണ്, അതുകൊണ്ട് ഞാനിത് കഴിച്ചു എന്ന് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു രാജ്യമാണ് ഇതെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷേ ആ ഒരു മനുഷ്യത്വപരമായിട്ടൊരു രീതി ചിന്തിച്ചാലുണ്ടല്ലോ, ഇവിടെ ഒരു നല്ലൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ മുട്ടുകുത്തും. ലോക രാജ്യങ്ങൾ മുഴുവൻ ആഫ്രിക്കയുടെ മുമ്പിൽ മുട്ടുകുത്തും. സീരിയസ്ലി, അത്ര ഗംഭീരമാണ് രാജ്യത്തിന്റെ നാച്ചുറൽ റിസോഴ്സസ്. പക്ഷേ അവിടെയുള്ള രാജ്യങ്ങൾ എനിക്ക് ഷാമിന് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മളെ കയ്യിൽ ഇത് ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ മതി, മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവർ ഉടനെ അതിനുവേണ്ടി ആൾക്കാരെ കൊന്നുകളയും. അങ്ങനത്തെ ഒരു രീതിയിലോട്ട് തോക്കുണ്ട്, തോക്ക് വ്യാപകമായിട്ടുണ്ട്. ടൂ വീലറിൽ തോക്കുമായിട്ടാണ് എടുത്തു വെച്ച് ഫയർ ചെയ്ത് കളയും. അങ്ങനെയുള്ള പിന്നെ പോരാത്തതിനുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, യവന്മാർക്ക് ഈ ജനറ്റിക്കൽ പരമായിട്ട് നല്ല ആംബിയറാണ്. ആഫ്രിക്കക്കാരന്മാരുടെ കൈയൊക്കെ ഉണ്ടല്ലോ, ആനയുടെ കാല് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആംബിയർ ഉള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ അവന്മാരോട് പിടിച്ചിരിക്കാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇരിപ്പതാണെന്ന് പറയുന്നത് പോലെ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ടൊന്നും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമേ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 9300 റേപ്പ് കടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര മാസമായി, ഇപ്പൊ ഈ വർഷം ഇതുവരെയാണെന്നോ 9300. പക്ഷേ എല്ലാമൊന്നും അങ്ങനെയല്ല കേട്ടോ, എല്ലായിടൊന്നും അങ്ങനെയല്ല. ഈവൻ സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറഞ്ഞ യോഹന്നാസ്ബർഗ് ഒക്കെ അല്ലേ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, ഷാമിൽ പോയി കഴിഞ്ഞാൽ അമേരിക്ക പോലെ തന്നെയാണ്. അത് സായിപ്പ് അവിടെ ഭരിച്ചതിന്റെ ഗുണമാണ്. അമേരിക്ക പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ പോയി ഇറങ്ങുന്നത് നേരിട്ടല്ല, അല്ലാതെ ഈ വീഡിയോസിലായിരുന്നു. ഈ ആഫ്രിക്കയിലെ ചില ഗോത്ര വിഭാഗങ്ങളുടെ ആചാരങ്ങൾ കാണുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോകും. എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഷാം അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾ ഷാമിൻ്റെ അടുത്തോട്ട് വരും. നിങ്ങൾക്ക് അവരെ ആതിഥേയ മര്യാദയായിട്ട് ഷാമും അവരുമായിട്ട് സെക്സ് ചെയ്യണം. അങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് ആൾക്കാരെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യണം. പിന്നെ ഇവരുടെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ഗോത്ര വിഭാഗക്കാർ ഈ കാളയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഈ ഇതുണ്ടല്ലോ, കഴുത്തിലുള്ള ഞരമ്പിൽ ഒറ്റ കുത്തു കൊടുക്കും. അതിൽ നിന്ന് ബ്ലഡ് ചാടി വരുമ്പോൾ അത് എടുത്തിട്ട് കുടിക്കും. അതാണ് വെള്ളം ഇല്ല വേറെ. എന്നിട്ട് അതങ്ങനെ അടച്ചു കൊടുക്കും. അത് പൊക്കോണ്ടേയിരിക്കും. കുളിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു തരം മണ്ണ് കിട്ടും. ആ മണ്ണെടുത്ത് കുഴച്ച് ശരീരം മുഴുവൻ തേക്കും. അതാണ് അവരുടെ കുളി. അവരുടെ ഡ്രസ്സ് അലക്കാൻ അവർക്ക് ഇതില്ല, നിവർത്തിയില്ല. ഇട്ടിരിക്കുന്നത് ഈ ഗോത്ര വിഭാഗക്കാർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അവർ അഴിച്ചിട്ട് എന്തോ ചെയ്യുമെന്നറിയാമോ? അഴിച്ചിട്ട് അവർ ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുള്ള ഒരു പുകയുണ്ട്. ആ പുക എന്ന് പറഞ്ഞാൽ തീ ഇട്ടിട്ട് ആ പുക അതിന്റെ മുകളിൽ വരും. ആ പുകയുടെ മുകളിലിടും. പുകയുടെ മുകളിലും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എടുത്ത് ധരിക്കും. ഇതാണ് അവരുടെ തുണി നനയ്ക്കൽ എന്ന് പറയുന്നത്. എല്ലാത്തൊരു തരം ആചാരങ്ങളും സംസ്കാരവും. അപ്പൊ അവിടെയൊക്കെ ഇത് നടക്കുന്നു എന്ന് പറയുമ്പം അത്ഭുതപ്പെടാനില്ല. അവിടെയുള്ള ജനങ്ങൾക്ക് അത്ഭുതമില്ല. പക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുക, സ്കൂളുകളിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇവിടെ വല്ലതും ആണെങ്കിൽ അവനെ എൻകൗണ്ടർ ചെയ്തേ, കേരള പോലീസിനെ തട്ടിക്കളഞ്ഞേ. അതെ. ശരി.